Hi students, welcome to my classes. Today we will discuss about the different test that is carried out for cement. Last class we discussed about the different types of cement. Today we will discuss about the test for cement. That is the learning specific outcome 1.4.2. We explain different tests on cement, that is lab test as well as field test. Method of testing, any testing it may be. First we will test in the field, then we will go for the laboratory. Okay, how the field testing can be done? Just open the bag, open the cement bag, take a good look at the cement, take a good look at the cement. There should not be any visible lumps. ഉണ്ടകളൊന്നും തന്നെ പാടില്ല, ലംസുകളൊന്നും പാടില്ല. The color of the lumps, ചെറിയ ഉരുളകളൊക്കെ ഉണ്ടാവും, അതൊന്നും പാടില്ല. പൊടി സിമെന്റ് പറഞ്ഞാൽ നൈസ് ആയിരിക്കണം. The color of the cement should be normally be greenish gray. Greenish gray color ആയിരിക്കണം. പച്ച കളറുള്ള ഒരു ഗ്രേ കളർ. Okay? Okay. Thrust your hand in the cement bag. Thrust ചെയ്യുക, ഒരു pressure apply ചെയ്യുക. Sorry, pressure apply ചെയ്യുക. ഒരു cool feeling ഉണ്ടായിരിക്കും. There should not be any lump inside. അതായത് ലംബുകൾ ഒന്നും തന്നെ ഉണ്ടാവാൻ വേണ്ടി, കട്ട പിടിക്കാൻ വേണ്ടി പാടില്ല. ലംബുകൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. Take a pinch of cement. Feel between fingers. It should give a smooth feel. This is the third point. Take a handful of cement. Throw it on a bucket full of water. The particles should float for some time before they sink. അതായത് നമ്മൾ സിമെന്റിന്റെ പൊടി എടുത്തിട്ട് മറ്റേ വെള്ളത്തിലേക്ക് ഇടുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കേണ്ടത്? സിമെന്റ് പാർട്ടിക്കിൾസ് വെള്ളത്തിന്റെ മേലെ പൊങ്ങിക്കിടക്കണം. അത് താഴെ എന്തായാലും കുറച്ചു നേരം എന്തായാലും പൊങ്ങിക്കിടക്കണം. This is the fourth point in field testing. Then the last point, that is the fifth one. Take 100 gram of cement, small quantity of water, and mix it. Make it a stiff paste. നല്ലൊരു പേസ്റ്റ് ആക്കി മാറ്റുക, നല്ല പല്ലിയേക്കുന്ന പേസ്റ്റ് പോലെ. ഒരു കേക്ക്, പാറ്റ് എ കേക്ക്. നമ്മളെ കേക്ക് എങ്ങനെ ഉണ്ടാവുക? നല്ലൊരു കേക്ക് പാറ്റ് ചെയ്യാം. ഓക്കെ, ആ കേക്ക് പാറ്റ് ചെയ്തതിനു ശേഷം പാറ്റ് ചെയ്യാൻ ഉണ്ടാക്കാം. Put it on a glass plate. ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ മേലെ പുട്ട് ചെയ്യാം. വെള്ളത്തിന്റെ അടിയിലേക്ക് കേക്ക് പാറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം? വെള്ളത്തിലേക്ക് മെല്ലെ ഇടുക ആ കേക്കിന്. See that shape of the cake is not disturbed while taking it down to the bottom of the bucket. ഷേപ്പ് മാറാൻ വേണ്ടി പാടില്ല, അതായത് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. After 24 hours, the cake should retain the original shape and at the same time it should set and attain some stuff. 24 മണിക്കൂറിന് ശേഷവും ഷേപ്പ് നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയാൽ, ഓക്കെ, ഒരു എന്താ പറയേണ്ടത്, ഷേപ്പുള്ള കേക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വെള്ളത്തിലിട്ടാൽ അതേ ഷേപ്പ് 24 മണിക്കൂറിന് ശേഷവും ഉണ്ടായിരിക്കണം. അതുപോലെ അത് സെറ്റ് ചെയ്തിട്ട് ചില സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കണം. റൈറ്റ്? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഓക്കെ, ക്ലിയർ? 24 മണിക്കൂറിന് ശേഷവും അതെന്ത് ചെയ്യണം? അതേ ഷേപ്പ് റിട്ടേൺ ചെയ്ത് സെയിം ടൈം ഇറ്റ് ഷുഡ് അറ്റൈൻ സം സ്ട്രെങ്ത്. ഇനി ലബോറട്ടറിയിലേക്ക് വരികയാണെങ്കിൽ 7 ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഫൈനസ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ്, സെറ്റ് ഇൻ ടൈം ടെസ്റ്റ്, സ്ട്രെങ്ത് ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ്, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ടെസ്റ്റ്, കെമിക്കൽ കോമ്പോസിഷൻ ടെസ്റ്റ്. ഇതിൽ ആദ്യമായിട്ട് ഫൈനസ് ടെസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സിമെന്റ് എത്ര കണ്ട് തരിയാവുന്നുവോ അത്ര കണ്ട് അതിന്റെ റിയാക്ഷന്റെ റേറ്റ് കൂടുതലായി. സിമെന്റ് സെറ്റ് ചെയ്യുന്ന അതിന്റെ ഗെയിനിങ് ഓഫ് സ്ട്രെങ്ത് കൂടുതലായി. The fineness of cement has an important bearing on the rate of hydration, rate of gain of strength. Finer cement offers a greater surface area for hydration and faster development of strength. നമുക്കറിയാം, സിമെന്റ് ചെറിയ ചെറിയ കണികകളാവും തോറും അതിന്റെ സർഫസ് ഏരിയ, റിയാക്റ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ കൂടിക്കൂടി വരും, അല്ലെ? നമുക്കറിയാം, 1 മീറ്റർ ക്യൂബ് ഉള്ള ഒരു സംഭവത്തിന് നമ്മൾ 5 കഷ്ണമാക്കിയാൽ അതിന്റെ ഏരിയ വീണ്ടും കൂടും, റൈറ്റ്? അതിന്റെ സർഫസ് ഏരിയ കൂടും. ഫൈനസ് ഓഫ് സിമെന്റ് ഈസ് ടെസ്റ്റഡ് ഇൻ 2 ways. ഒന്ന് സീവിങ്, അരിപ്പ വെച്ച് ടെസ്റ്റ് ചെയ്യാം. ലാബിൽ ഇതൊക്കെ ചെയ്യും. ആഫ്റ്റർ ലോക്ക്ഡൌൺ ദ കോളേജ് മേ റീഓപ്പൺ, നോട്ട് ലോക്ക്ഡൌൺ, ആഫ്റ്റർ ദിസ് പാൻഡമിക് the college may reopen, we'll start doing the laboratories. Sieve test. Then comes air permeability method. The air permeability method. The air permeability method in the graph ആണ്.
ഫൈനസ് കൂടുന്തോറും കംപ്രസീവ് സ്ട്രെങ്ത് കൂടി വരും. നിങ്ങൾ നോക്കിയേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നോക്കൂ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, directly proportional. As the fineness increases, specific surface ആണ് fineness നെ measure ചെയ്യാനുള്ള ഒരു പാരാമീറ്റർ. Compressive strength increases. ആദ്യമായിട്ട് സീവ് ടെസ്റ്റ് ആണ്. ഓക്കെ, സീവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അരിപ്പകളാണ്. നമ്മളെ വീട്ടിൽ റവയൊക്കെ അരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരിപ്പകളെ പോലുള്ള അരിപ്പകൾ നമ്മുടെ ലാബുകളിലും. ഇത് കുറെ സെറ്റുകളായിട്ടുണ്ട്. പല ഈ അരിപ്പയുടെ ഈ ദ്വാരങ്ങൾക്ക് പല ഡിമെൻഷൻ ആണ്. Right? So, IS sieve number 9, 90 micron. ആ sieve ആണ് ഉപയോഗിക്കുന്നത്. ഏത് sieve ആണ് ഉപയോഗിക്കുന്നത്? 90 micron sieve. നമ്മൾ 100 gram സിമെന്റ് എടുക്കുക, ഈ sieve എടുത്ത് അരിക്കുക. 15 minutes horizontal and vertical. Sieve it. Weigh the residue. അതിൽ ബാക്കിയുള്ള residue weight നോക്കുക. 10% കൂടാൻ വേണ്ടി പാടില്ല. 100 gram എടുത്തെങ്കിൽ 10 gram മാക്സിമം ആവും. 11 gram ആയാൽ ആ സിമെന്റ് നല്ലതല്ല എന്നർത്ഥം. എന്താണ്? ആ സിമെന്റ് നല്ലതല്ല എന്നർത്ഥം. റൈറ്റ്? അതുപോലെ ഈ ടെസ്റ്റ് വളരെ റെയർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 10% അതിന്റെ കണക്കാണ്. 90% അതിൽ പാസ് ചെയ്യണം, 10% അതിൽ റീറ്റെയിൻ ചെയ്യണം. 10% കൂടാൻ വേണ്ടി പാടില്ല. കൂടിയാൽ അത് മോശം സിമെന്റ് ആണ് എന്നർത്ഥം. ഇനി ഒരു ടെസ്റ്റ് കൂടി ഉണ്ട് ഇതിൽ, എയർ പെർമബിലിറ്റി മെത്തേഡ്. അത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ വേറെ തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എയർ പെർമബിലിറ്റി മെത്തേഡ് അതാ ഞാൻ പറഞ്ഞത്. ലിയാനേഴ്സ് അപ്പാരറ്റസ് വെച്ച് ചെയ്യാം, ബ്ലെയിൻ ടൈപ്പ് അപ്പാരറ്റസ് വെച്ചിട്ടും ചെയ്യാം. ബ്ലെയിൻ ടൈപ്പ് വെച്ചില്ല നമ്മൾ ചെയ്യുന്നത്, അത് വേറൊരു ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ട്. നെക്സ്റ്റ് ടെസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. നമ്മുടെ സിമെന്റിന്റെ ഇനി മുന്നോട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, സൗണ്ട്നെസ് ടൈം ടെസ്റ്റ് എന്നുള്ളതാണ്. അതിനൊക്കെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എത്രമാത്രം വെള്ളം എടുക്കണം എന്നുള്ള ഇതിന്റെ കണക്ക് ഉണ്ടാക്കുന്ന ഒരു ടെസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് as that consistency which will permit a Vicat plunger having 10 mm diameter and 50 mm pote. First, the apparatus used for conducting this test is known as Vicat apparatus. ഇതാണ് Vicat apparatus ന്റെ ഒരു സെറ്റപ്പ്. അതിന് ഒരു Vicat മോൾഡ് ഉണ്ടാവും, ഒരു പ്ലഞ്ചർ ഉണ്ടായിരിക്കും, ഒരു അടയാളപ്പെടുത്തിയ ഒരു സ്കെയിൽ ഉണ്ടായിരിക്കും, ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിലാണ് ഈ Vicat മോൾഡ് നമ്മൾ വെക്കുന്നത്. ഇവിടെയാണ് സിമെന്റ് ഫില്ല് ചെയ്യുന്നത്. ഈ പ്ലഞ്ചർ മുകളിലോട്ട് താഴോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് സ്കെയിലിൽ വ്യക്തമായ ഒരു അളവ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഇതിന്റെ വീഡിയോ, ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലോ, നല്ല വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ, ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ കൂടി മാഷ് ഏകദേശം പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത്, ഇതിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിനുശേഷം നമുക്ക് ഈ ഡെഫിനിഷനിലേക്ക് വരാം. 1/2 കിലോ സിമെന്റ്, 500 gram സിമെന്റ് എടുക്കുക, 24% വെള്ളം ആഡ് ചെയ്യാം. 24% ഓഫ് വെയിറ്റ് ഓഫ് സിമെന്റ് വെള്ളം ആഡ് ചെയ്യും. 24% ഓഫ് 500 എത്രയാണെന്ന് വെച്ചാൽ ഇസ് ഈക്വൽ ടു 3 ml വെള്ളം ആഡ് ചെയ്യാം. റൈറ്റ്? അതിനുശേഷം സിമെന്റും വെള്ളവും കൂടെ മിക്സ് ചെയ്യുക എന്നതാണ്. റൈറ്റ്? അത് മിക്സ് ചെയ്തതിന് ശേഷം പ്ലഞ്ചർ എടുക്കുക. നമ്മൾ പ്ലഞ്ചർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഡയഗ്രത്തിന്റെ ക്രോസ് സെക്ഷൻ. ഇതേ മെഷീനിൽ തന്നെയാണ് ബാക്കി എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ഭാഗം ഇതാണ് പ്ലഞ്ചർ. ഈ ഒരു സാധനം ഈ ഒരു സെറ്റപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇതിനെ പ്ലഞ്ച് എന്നാണ്, പ്ലഞ്ചർ. ഈ പ്ലഞ്ചർ മാറ്റി വെക്കാൻ വേണ്ടി നീഡിൽ, പ്ലഞ്ചർ, പല ടൈപ്പ് സംഭവമാണ് പല ടെസ്റ്റിന് ചെയ്യുന്നത്. ഈ ഒരു എക്യുപ്മെന്റിൽ നമ്മൾ ഈ പ്ലഞ്ചർ ഫിക്സ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആണ്. ആ പ്ലഞ്ചറിന് ഒരു ഡയമെൻഷൻ ഉണ്ട്. എത്രയാണ് പ്ലഞ്ചറിന്റെ ഡയമെൻഷൻ? 10 mm ഡയ, 50 mm ലോങ്. ഏതാണ് ആ പ്ലഞ്ചർ? ഇത് തന്നെയാണ്. 10 mm ഡയ, 50 mm ഉള്ള പ്ലഞ്ചർ ഇവിടെ ഫിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ സെറ്റപ്പ് താഴോട്ടും മുകളിലോട്ടും ആക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സാധനം റിലീസ് ചെയ്ത് താഴോട്ട് വരും, ഈ ഒരു സാധനം ഇവിടെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് റിലീസ് ചെയ്താൽ ഈ സാധനം താഴോട്ട് വരും, ഈ പ്ലഞ്ചർ. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് വരുന്നത്. അപ്പൊ അതിനുശേഷം
ഈ പ്ലഞ്ചർ ഇവിടെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ പ്ലഞ്ചർ ഇവിടുന്ന് റിലീസ് ചെയ്യാൻ പഠിപ്പിക്കും. അത് റിലീസ് ചെയ്യുക. ആ റിലീസ് ചെയ്താൽ ഈ ഒരു പ്ലഞ്ചർ ആ സിമെന്റിന്റെ മേലെ, ഈ മോൾഡിൽ നമ്മൾ സിമെന്റ് നിറക്കണം കേട്ടോ, അത് മാഷ് പറയാൻ വിട്ടുപോയി. ഈ സിമെന്റ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ മോൾഡിൽ നിറക്കുക. ആ മോൾഡിൽ നിറച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലഞ്ചർ ഇവിടുന്ന് റിലീസ് ചെയ്യുക. അതിനുശേഷം ഈ സ്കെയിൽ നിരീക്ഷിക്കുക. നമ്മൾ ഈ സ്കെയിൽ നിരീക്ഷിക്കുക. ആ സ്കെയിൽ നിരീക്ഷിച്ചാൽ എന്താണ് സംഭവിക്കുക? ആ സിമെന്റിലൂടെ പെനിട്രേറ്റ് ചെയ്ത് ഈ പ്ലഞ്ചർ താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 24% വെള്ളം നമ്മൾ ആഡ് ചെയ്തു അല്ലെ. ശ്രദ്ധിക്കുക, 24% വെള്ളം ആഡ് ചെയ്താൽ പെനിട്രേഷൻ ഉണ്ടാവില്ല, പ്ലഞ്ചർ പെനിട്രേഷൻ കുറവായിരിക്കും. അപ്പോ ഈ പെനിട്രേഷൻ 24, 25, 26 അങ്ങനെ ശതമാനം കൂട്ടി വന്ന് ഇവിടെ എത്ര പെനിട്രേറ്റ് ചെയ്തു നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എത്രയാണ് പെനിട്രേറ്റ് ചെയ്തത് എന്ന് കാണാൻ വേണ്ടി പറ്റും. ആദ്യം 0 പെനിട്രേഷനിലാണ് ഉണ്ടാവുക, അത് കൂടി താഴോട്ട് വരും. അപ്പോ as that consistency which will permit a wicket plunger having 10 mm diameter and 50 mm length to penetrate a depth of 33 to 35 mm from the top of the mold. ഈ മോൾഡിന്റെ മുകൾ ഭാഗത്ത് നിന്ന് 33 മുതൽ 35 mm വരെ താഴോട്ട് പോവുകയാണെങ്കിൽ എത്രമാത്രം, ആദ്യം 0യിലാണ് സെറ്റ് ചെയ്യുക, അതിനുശേഷം അത് താഴോട്ട് 33 to 35 mm വരെ എത്രമാത്രം വെള്ളം വേണം, അതാണെന്ത് ആദ്യം 24% വെള്ളം ഉപയോഗിച്ച് എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. 25% വെള്ളം ഉപയോഗിച്ചിട്ട് റിലീസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ശതമാനം കൂട്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോ ആ ഒരു പെനിട്രേഷൻ 33 to 35 mm പെനിട്രേഷന് എത്രമാത്രം വെള്ളം ഉപയോഗിച്ചു, അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത്രയും ശതമാനം, അത് എത്രയാണ് കിട്ടുന്നത്? ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. അതുപോലെ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റിൽ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ റിലീസ്ഡ് ബൈ റിലീസിംഗ് ദ പ്ലഞ്ചർ. ഞാൻ പറഞ്ഞു അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, അത് തൊട്ടാൽ റിലീസ് ചെയ്ത് ഔട്ട് പോകും. നോട്ട് ഡൗൺ ദ പെർട്ടിക്കുലർ percentage of water which allows the plunger to penetrate only to a depth of 33 to 35 mm from the top. ശ്രദ്ധിക്കുക, from this top of the mold. ആ 33 to 35 ഇവിടെ കാണാൻ വേണ്ടി പറ്റും, എത്ര പെനിട്രേഷൻ പോയി എന്നൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒന്നും നിങ്ങൾ പഠിക്കണ്ട. അപ്പോ അത് നോട്ട് ചെയ്യുക. ആ percentage known as percentage of water required to produce cement paste of standard consistency. ഈ percentage 33 to 35, 24% ഇട്ടാൽ ചിലപ്പോൾ 33 to 35 കിട്ടൂല. 24, 25% വെള്ളം ആഡ് ചെയ്യും, 26%, 27% കൂട്ടി എത്രയിലാണ് 33 to 35 റീഡിങ് കിട്ടുന്നത്, അത് ആ വെള്ളത്തിന്റെ അളവ്, ആ പെർസെന്റേജ് ആണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. നോർമലി 27 ± 2 ഡിഗ്രി സെൽഷ്യസ് 90% ഹ്യൂമിഡിറ്റിയിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ഈ കണ്ടീഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇതേ വിക്കാറ്റ് അപ്പാർട്ട് ഉപയോഗിച്ച് തന്നെയാണ് സെറ്റിംഗ് ടൈം ടെസ്റ്റും ചെയ്യുന്നത്. സെറ്റിംഗ് ടൈം ടെസ്റ്റ് 2 ടൈപ്പ് ഉണ്ട്, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ട്, ഫൈനൽ സെറ്റിംഗ് ടൈം ഉണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ലേ, അത് ഇവിടെ ആവശ്യമാണ്. ഓക്കെ, ആദ്യം 1/2 കിലോ സിമെന്റ് എടുക്കുക, 500 ഗ്രാം സിമെന്റ്. വാട്ടർ ആഡ് ചെയ്യേണ്ടത് നേരത്തെ കിട്ടിയ കൺസിസ്റ്റൻസി, ഇപ്പൊ 26%ത്തിലാണ് 26%ത്തിലാണ് കിട്ടിയ കൺസിസ്റ്റന്റ് ആണ് വരിക. അപ്പോ 26%ന്റെ 26%ത്തിന്റെ 85%, സോറി ആ 26 അവിടെ 26ന്റെ 85%, 26ന്റെ 85% അല്ലെങ്കിൽ 0.85 ടൈംസ് പി, അത്രയും വെള്ളമായിരിക്കണം ആദ്യം ആഡ് ചെയ്യേണ്ടത്. 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള അതിൻ്റെ അകത്ത് ഈ വിക്കാറ്റ് മോൾഡ് ഫില്ല് ചെയ്യാം. ഓക്കെ, അതിനുശേഷം സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഇത് മൊത്തം ചെയ്യണം. സ്റ്റോപ്പ് വാച്ച് സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കണ്ടേ, ആ സ്റ്റോപ്പ് വാച്ച് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഏത് നീഡിലാണ് ഉപയോഗിക്കുന്നത്? വിച്ച് നീഡിൽ വി ആർ യൂസിങ് ഫോർ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം? സി, നീഡിൽ സി വി ആർ യൂസിങ്. ഈ നീഡിൽ സി ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? 1 mm² ആണ് അതിന്റെ. ഈ നീഡിൽ മാറ്റി നമുക്ക് ഓരോ ടെസ്റ്റ് ചെയ്യാം. 1 mm² ഏരിയ ഉള്ള നീഡിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇത് മിക്സ് ചെയ്യുന്ന സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക. സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കിയതിന് ശേഷം ലോവർ ദ നീഡിൽ, അതിനുശേഷം അതിന്റെ മോൾഡിന് മുട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ക്വിക്ലി റിലീസ് ഇറ്റ്. എത്ര പെനിട്രേഷൻ,
ആദ്യം തുടക്കത്തിൽ ഈ നീഡിൽ കംപ്ലീറ്റ്ലി പിയേഴ്സ് ചെയ്ത് താഴോട്ട് പോകും. മെല്ലെ മെല്ലെ ഈ സിമെന്റ് സെറ്റ് ആവും അല്ലെ. അത് ഇടക്കിടക്കേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇടക്കിടക്കേ നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. തുടക്കത്തിലെ കൺസിസ്റ്റൻസി 80% ഓഫ് പി എടുത്തതിന് ശേഷം മാറ്റേണ്ട ആവശ്യമില്ല. ഇടക്കിടക്കെ നീഡിൽ റിലീസ് ചെയ്യുക, മാറ്റുക. അത് മാറ്റിക്കൊണ്ട് നിൽക്കുക. 1 mm സ്ക്വയറിലെ നീഡിൽ റിലീസ് ചെയ്യുക. അപ്പൊ എത്ര ടൈമിലാണ് അതിന് 33 to 35 mm പെനിട്രേഷൻ കിട്ടുന്നത്? എത്ര ടൈമിലാണ്? നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് ആ ടൈമിനെയാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. എന്താണ് ആ ടൈമാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. പ്ലഞ്ചർ വ്യത്യാസമുണ്ട്. ആദ്യത്തിൽ പ്ലഞ്ചർ ആയിരുന്നു, ഇതിൽ നീഡിലായിരുന്നു. നീഡിൽ എത്രയാണ്? 1 mm സ്ക്വയറിലെ നീഡിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ നീഡിൽ നമ്മൾ ആ ഒരു പ്ലഞ്ചർ ഏതിലാണ് ഉപയോഗിച്ചത്? കൺസിസ്റ്റൻസി ഇല്ല. പക്ഷെ രണ്ടില് 33 to 35 mm പെനിട്രേഷൻ തന്നെയാണ്. ഓക്കെ, ആ പെനിട്രേഷൻ എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക? ആ പെനിട്രേഷൻ എത്തുമ്പോൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇടക്കിടക്കെ നമ്മൾ പെനിട്രേഷൻ എത്തുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. നോർമലി 30 minutes ആണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം പറയുന്നത്. റൈറ്റ്? The period elapsing between the time when water is added to the cement and the time at which the needle penetrates the test block to a depth equal to 33 to 35 mm from the top is known as initial setting. എല്ലാം ടോപ്പിൽ നിന്നാണ് പറഞ്ഞത്. ആ എത്ര എം എം എന്നുള്ളതൊക്കെ അതിൽ റീഡിംഗിൽ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ വിക്കാറ്റ് അപ്പാരറ്റസിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി ഫൈനൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ആണ്. ഉടൻ തന്നെ സി മാറ്റിയിട്ട് സി റീപ്ലേസ് ചെയ്തിട്ട് എഫ് എവിടെയാണ്? എഫ് നീഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതാണ് എഫ് റീപ്ലേസ് ചെയ്യുക. എഫ് എം പറഞ്ഞാൽ 1 mm ഉള്ള ഒരു പ്ലഞ്ചർ ആണ്. 1 mm ആണ് അതിന്റെ ഡയമീറ്റർ, നീഡിലിന്റെ ഡയമീറ്റർ. അപ്പൊ എഫ് റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം the cement shall be considered as finely set when lowering the attachment gently over the test block. The center ഇത് ഏകദേശം 10 മണിക്കൂറോളം എടുക്കും. ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ വേണം. അതുകൊണ്ട് സാധാരണ ലബോറട്ടറിയിൽ ഫൈനൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാറില്ല. അപ്പോ ഒരു തരത്തിലുള്ള ഇത് റിലീസ് ചെയ്ത് ഇത് സെറ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ എന്താ പറയേണ്ടത്? ഇവിടുന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ നീഡിൽ താഴോട്ട് വീഴും. ആ 1 mm ഉള്ള നീഡിൽ ആ 1 mm നീഡിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. സർക്കുലർ നീഡിലാണ്. ഒരു അടയാളം ഉള്ള, അതായത് അത് ഫുള്ളി സെറ്റായി എന്നാണ്. അത് എത്ര ടൈമിലാണ്? മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടൈമർ ഓൺ ആക്കിയിരിക്കണം. അവസാനം ഇത് ഒരു ഇംപ്രഷനും ആക്കാത്ത രീതിയിൽ നമ്മൾ ഇടക്കിടക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നോക്കണം ഇനി ഫൈനൽ സെറ്റിംഗ് അറ്റൻഡ് ചെയ്തോ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. In other words, the paste has attained such hardness that the center needle does not pierce the paste more than 0.5 mm. 0.5 mm എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയായിരിക്കും. വളരെ മൈന്യൂട്ടായി. അതായത് അതിന്റെ മുകളിൽ ഒരു അടയാളം കാണാത്ത രീതിയിൽ സെറ്റ് ആവാൻ ഏകദേശം 10 മണിക്കൂർ എടുക്കും. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിൽ ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours ആണ്. ഓക്കെ, ഇതാണ് സെറ്റിംഗ് ടൈം ടെസ്റ്റ്. ഇത് മൂന്നും ടെസ്റ്റ് ചെയ്യുന്ന ഏതിലാണ്? വിക്കാറ്റ് അപ്പാരറ്റസിലാണ്. ഇനിയാണ് കംപ്രഷൻ ടെസ്റ്റ് ഓർ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്. ഇതെങ്ങനെയാണ് കംപ്രഷൻ ടെസ്റ്റ് ഓഫ് സിമെന്റ് അല്ലെങ്കിൽ സിമെന്റ് മോർട്ടാർ? സിമെന്റിന് ഒറ്റയ്ക്ക് കംപ്രഷൻ ടെസ്റ്റ് ചെയ്യാറില്ല, മോർട്ടാറാണ്. മോർട്ടാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെന്റിന്റെയും അതുപോലെ സാൻഡിന്റെയും മിശ്രിതമാണ്. അപ്പോൾ 1:3, ഒരു ചട്ടി സിമെന്റിന് 3 ചട്ടി സാൻഡ് എന്നുള്ളതാണ് അതിന്റെ കണക്ക്. അപ്പോ ഇതിൽ എത്രമാത്രം വെള്ളം ആഡ് ചെയ്യണം എന്നുള്ളത് P is equal to Pn/4 + 3 എന്നുള്ള ഫോർമുലയാണ്. P is equal to the percentage of by weight of dry materials. എത്രയാണ് പെർസെന്റേജ് എടുത്തത് എന്നുള്ളതാണ് P, എടുക്കേണ്ടത് എന്നുള്ളതാണ് P. Pn എന്ന് പറയുന്നത് percentage of water required for making the cement paste of normal consistency. Pn എന്ന് പറഞ്ഞാൽ നോർമൽ കൺസിസ്റ്റൻസി കിട്ടിയ വെള്ളമാണ്. അപ്പോ നമ്മൾ 0.85 Pn ആണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത്. ഇവിടെ Pn/4 + 3 എന്താണ്? Pn/4 + 3 പറഞ്ഞാൽ 0.25 ടൈംസ് നോർമൽ കൺസിസ്റ്റൻസി പ്ലസ് 3. ഇത്രയും ml വെള്ളം എടുക്കണം. മനസ്സിലായോ? Pn/4. നേരത്തെ 0.85 P ഇല്ലേ, ആ P ആണ് ഇവിടെ Pn ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നോർമൽ കൺസിസ്റ്റൻസി ആണ്. ഇത് ചിലപ്പോൾ 26% ആയിരിക്കും. 26/4 + 3 എത്രയാണ്? അത്രയും വെള്ളം തുടക്കത്തിൽ നമ്മൾ എടുക്കണം. അത് വെച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. റൈറ്റ്? അതാണ് P. എത്ര ഇതിലാണ് മിക്സ് ചെയ്യേണ്ടത്? വെള്ളമാണ്. Pn/4 + P എന്ന് പറഞ്ഞാൽ നോർമൽ കൺസിസ്റ്റൻസി ആണ്. റൈറ്റ്? അത് മിക്സ് ചെയ്യാം. അതിന് ക്യൂബിന് സൈസ് ഉണ്ട്. നമ്മൾ ക്യൂബ് ഉണ്ടാക്കുന്നതിന് ഒരു സൈസ് ഉണ്ട്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എല്ലാ വശവും ഒരുപോലെ ക്യൂബ്. 7.086 നീളം, 7.086 വീതി,
അതുപോലെ ഉയരം ഇതുള്ള ഒരു ക്യൂബ് കാസ്റ്റ് ചെയ്യാം 7 സെന്റിമീറ്റർ 7.086 അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് 3 മുതൽ 4 മിനിറ്റിനുള്ളിൽ മിക്സ് ചെയ്യണം 90% ഹ്യൂമിഡിറ്റി 25 to 29 ഡിഗ്രി സെൽഷ്യസ് 24 മണിക്കൂർ അതൊക്കെ അതിന്റെ കണക്ക് വരുന്നത് ഇത് മിക്സ് ചെയ്തതിനു ശേഷം 24 മണിക്കൂറിന് ശേഷം മോൾഡ് നിന്ന് റിമൂവ് ചെയ്യുക ഇതൊക്കെ ഒരു മോൾഡ് ഉണ്ട് കാസ്റ്റ് ചെയ്യാണ്ട് ആ മോൾഡിൽ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് മോൾഡ് റിമൂവ് ചെയ്യുക ക്ലീൻ ഫ്രഷ് വാട്ടറിൽ ഇത് കീപ്പ് ചെയ്യാം ഓക്കെ അപ്പോ അതിനുശേഷം വെള്ളത്തിൽ ക്യൂറിംഗ് എന്നാ പറയുന്നത് 24 മണിക്കൂറിന് ശേഷം ഇത് ക്യൂറിങ്ങിന് വെക്കുക വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുക 3 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുക 7 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് കമ്പയർ ചെയ്യുക 16 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ് 3 ദിവസം കഴിഞ്ഞിട്ട് OPC 33 ഗ്രേഡ് കിട്ടേണ്ടത് 7 ഡേയ്സിന് 22 ആണ് കിട്ടേണ്ടത് ഇതിന്റെ ഒരു ടാബുല കോളേജിന് മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കംപ്രഷൻ ടെസ്റ്റ് അന്നേരം ഞാൻ പറഞ്ഞിരുന്നു കംപ്രഷൻ ടെസ്റ്റ് പഠിക്കാനുണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് 1:3 ഗ്രേഡിൽ മിക്സ് ചെയ്യുക 7.08 സെന്റിമീറ്റർ ആണ് ആ മോൾഡിന്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ക്ലിയർ നെക്സ്റ്റ് ആണ് സൗണ്ട്നെസ് ടെസ്റ്റ് ഈ സൗണ്ട്നെസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലെചാറ്റ്ലിയർ അപ്പാരറ്റസ് എന്നുള്ള അപ്പാരറ്റസിലാണ് എന്താ അപ്പാരറ്റസിന്റെ പേര് ലെചാറ്റ്ലിയർ അപ്പാരറ്റസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സിമെന്റ് കോൺക്രീറ്റ് ടു അണ്ടർഗോ ലാർജ് വോളിയം ചേഞ്ച് ആഫ്റ്റർ സെറ്റിംഗ് സിമെന്റ് സെറ്റിങ്ങിന് ശേഷം ഒരു വോളിയം ചേഞ്ച് ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും എപ്പോഴും അത് എത്രയാണ് അതിന്റെ അളവാണ് സൗണ്ട്നെസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയത്തിനാണ് നമ്മൾ സൗണ്ട്നെസ് എന്ന് പറയുന്നത് ഓക്കെ സോ വോളിയം ചേഞ്ച് ഉണ്ടെങ്കിൽ അൺസൗണ്ട് ആകുന്നതാണ് ഇറ്റ് ഈസ് ടേംഡ് ആസ് അൺസൗണ്ട്നെസ് അൺഡ്യൂ എക്സ്പാൻഷൻ ആൻഡ് ഡിസിന്റിഗ്രേഷൻ ഓഫ് കോൺക്രീറ്റിൽ ക്രാക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് അതിന്റെ ഒരു സെറ്റപ്പ് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്പ്ലിറ്റ് ബ്രാസ് സിലിണ്ടർ ടു വിച്ച് 2 പോയിന്റേഴ്സ് എ ആൻഡ് ബി ഇതിനെ എ പോയിന്റർ എന്ന് പറഞ്ഞു ഇതിനെ ബി പോയിന്റർ എന്ന് പറഞ്ഞു സോ ഇത് എ എന്നാണ് ഇവിടെ കാണിച്ചത് 2 പോയിന്റേഴ്സ് ആണ് ശ്രദ്ധിക്കുക ആ 2 പോയിന്റേഴ്സിന്റെ ഇടയ്ക്ക് 0.78 പി പ്ലസ് 100 ഗ്രാം സിമെന്റ് 0.78 പി എന്ന് പറഞ്ഞാൽ വെള്ളമാണ് നമുക്കറിയാം ഞാൻ പറഞ്ഞു പി എന്ന് പറഞ്ഞാൽ നോർമൽ കൺസിസ്റ്റൻസിയാണ് അതിന്റെ 78% വെള്ളം പ്ലസ് 100 ഗ്രാം സിമെന്റ് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ നിറക്കുക നിറച്ചതിന് ശേഷം ആദ്യം ഇതിന്റെ അടിഭാഗത്ത് ഒരു ഗ്ലാസ് പ്ലേറ്റ് വെക്കണം വെക്കുക എന്നിട്ട് സിമെന്റ് നിറക്കുക മുകളിലും ഗ്ലാസ് പ്ലേറ്റ് വെക്കുക ഓക്കെ ബോട്ടം ആൻഡ് ടോപ്പ് ഗ്ലാസ് പ്ലേറ്റ്സ് ആർ പ്ലേസ്ഡ് ബിഫോർ പ്ലേസിംഗ് ദ ഗ്ലാസ് പ്ലേറ്റ് അറ്റ് ദ ടോപ്പ് ദ സിമെന്റ് പേസ്റ്റ് ഈസ് ഫിൽഡ് ഓക്കെ അപ്പൊ 100 ഗ്രാം സിമെന്റ് എടുക്കേണ്ടത് 78% ഓഫ് പി നോർമൽ കൺസിസ്റ്റൻസിയിലെ വെള്ളവും 78% പി വെള്ളവും എടുക്കുക മിക്സ് ചെയ്യുക എന്നിട്ട് ഗ്ലാസ് പ്ലേറ്റ് വെക്കുക അതിനുശേഷം ദ ഹോൾ അസംബ്ലി ഇത് ടൈ ചെയ്ത് അത് ഇതിൽ പറഞ്ഞിട്ടില്ല ഇത് കെട്ടണം ഗ്ലാസ് പ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ച് കെട്ടിയതിനു ശേഷം ദ ഹോൾ അസംബ്ലി ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ അറ്റ് 27 മുതൽ റൂം ടെമ്പറേച്ചറിൽ വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ 24 മണിക്കൂർ വെക്കുക എന്നുള്ളതാണ് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കും ആ സമയത്താണ് എക്സ്പാൻഷൻ നടക്കുന്നത് അതാ ചെക്ക് ചെയ്യാൻ നമ്മൾ ധർമ്മം ആഫ്റ്റർ 24 hours ഈ 2 പോയിന്റേഴ്സ് ശ്രദ്ധിക്കുക ഇതിന് ഞാൻ 2 പോയിന്റേഴ്സ് ഉണ്ട് ഈ പോയിന്റേഴ്സ് തമ്മിൽ ഡിസ്റ്റൻസ് അടക്കുക ഇത് എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റേഴ്സ് അകന്നിട്ടുണ്ടാവും അത് എത്രയാണ് ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം ഇത് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ അടുത്തോട്ട് വരുന്ന സാധനം അപ്പൊ ഈ ഡിസ്റ്റൻസ് അടക്കുക എ ആൻഡ് ബി തമ്മിലെ ഡിസ്റ്റൻസ് നോക്കുക അത് എഴുതി വെക്കുക എത്രയാണ് ഡിസ്റ്റൻസ് ഓക്കെ അതിനുശേഷം ഈ മോൾഡ് വേറൊരു ബീക്കർ വെള്ളത്തിലോട്ട് പ്ലേസ് ചെയ്യാം അതിനുശേഷം 3 മണിക്കൂർ ചൂടാക്കുക വിത്ത് മോൾഡ് ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അത് ചൂടാക്കിയതിനു ശേഷം 3 മണിക്കൂർ കൂൾ ചെയ്യാം എന്നിട്ട് പുറത്തോട്ട് എടുക്കുക വീണ്ടും ഡിസ്റ്റൻസ് മെഷർ ചെയ്യും 2 എ ആൻഡ് ബി പോയിന്റർ തമ്മിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ ഈ തുടക്കത്തിൽ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്തില്ലേ ആ 2 ഗ്യാപ്പും 10 mm കൂടാൻ വേണ്ടി പാടില്ല തുടക്കത്തിൽ നമ്മൾ ഒരു ദിവസത്തിന് ശേഷം ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്തു ചൂടാക്കിയതിനു ശേഷം കൂൾ ചെയ്തതിനു ശേഷം ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്തു എത്ര മണിക്കൂറാണ് ചൂടാക്കുന്നത് 3 മണിക്കൂർ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 mm കൂടാൻ വേണ്ടി പാടില്ല നല്ല സിമെന്റ് ആണ് അതാണ് സ്റ്റാൻഡേർഡ് പറഞ്ഞത് 10 mm കൂടിയാൽ ഈ സിമെന്റ് അൺസൗണ്ട് ആണ് എന്ന് പറയാൻ വേണ്ടി ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ അൺസൗണ്ട് ആണ് അപ്പോൾ ഇത് കൂടുതൽ എക്സ്പാൻഷൻ ഉണ്ടാവും നമ്മൾ ആകെ 100 ഗ്രാമേ ടെസ്റ്റ് ചെയ്യും നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് സിമെന്റ് ഒക്കെ വരും അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 100 ഗ്രാമിന് ഇതാണ് സ്റ്റാൻഡേർഡ്
ഈ ലെച്ചാറ്റ്ലിയറിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇത് ഫ്രീ ലൈം കൊണ്ടുള്ള ഒരു എക്സ്പാൻഷൻ മാത്രമായി ഇത് വെച്ചിട്ട് അളക്കാൻ വേണ്ടി പറ്റും. പക്ഷേ മഗ്നീഷ്യ കൊണ്ടും എക്സ്പാൻഷൻ ഉണ്ടാവാം. അത് ഈ ടെസ്റ്റ് വെച്ചിട്ട് ലെച്ചാറ്റ്ലിയർ ടെസ്റ്റ് അല്ലെങ്കിൽ സൗണ്ട്നെസ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇറ്റ് ഡിറ്റക്ട്സ് ഓൺലി ദ എക്സ്പാൻഷൻ ഡ്യൂ ടു ഫ്രീ ലൈം. Indian standard stipulates that cement having magnesia content more than 3% shall be tested by autoclave test. അതൊരു എക്യുപ്മെന്റ് ആണ്. ഓട്ടോക്ലേവ് ടെസ്റ്റ് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പഠിക്കുന്നില്ല. ഓട്ടോക്ലേവ് ടെസ്റ്റ് നമുക്ക് ഓട്ടോക്ലേവ് മെഷീൻ വാങ്ങിട്ട് അതിൽ വെച്ചാൽ തന്നെ നമുക്ക് അത് ലൈമിന്റെ മഗ്നീഷ്യം രണ്ടിന്റെ എക്സ്പാൻഷൻ അളക്കാൻ വേണ്ടി പറ്റും. ബട്ട് സൗണ്ട്നെസ് ടെസ്റ്റ് ഫോർ ലെച്ചാറ്റ്ലിയർ apparatus measures only soundness due to free ലൈം എന്നുള്ളതാണ്. നെക്സ്റ്റ് ടെസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ടെസ്റ്റ് ആണ്. ഇത് ലോ ഹീറ്റ് സിമെന്റിന് മാത്രമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അഡിയബാറ്റിക് കലോറിമീറ്റർ എന്നുള്ള ഒരു എക്യുപ്മെന്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ വാക്വം ഫ്ലാസ്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സിമെന്റ് വെള്ളത്തിന്റെ ഒപ്പം മിക്സ് ചെയ്യുന്നു, എന്നിട്ട് ഈ എക്യുപ്മെന്റിൽ അത് എത്രയാണ് അതിന്റെ പുറത്തോട്ട് വിടുന്ന ചൂട് എന്ന് മെഷർ ചെയ്യുന്നു. ആ 65 കലോറി പെർ ഗ്രാം 7 ഡേയ്സിൽ കൂടാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഷുഡ് ബി ലെസ് ദാൻ, കൂടാൻ വേണ്ടി പാടില്ല. അതാണ് ലോ ഹീറ്റ് സിമെന്റിന്റെ സ്റ്റാൻഡേർഡ്. അതാണ് ഒരു ടെസ്റ്റ്. ഇനി കെമിക്കൽ കോമ്പോസിഷൻ ടെസ്റ്റ്. കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞത് ഇതൊക്കെ കെമിസ്ട്രി ലാബിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ ഓരോന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഓരോ കെമിക്കൽ കോമ്പോസിഷൻ ഓരോ സ്റ്റാൻഡേർഡ്സ്. ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ CaO ഇതൊന്നും പറഞ്ഞില്ല, എങ്ങനെയാ ചെയ്യുന്നത് പറഞ്ഞില്ല. അപ്പൊ SO3, SiO2, Al2O3 ഇതൊക്കെ അളവൊക്കെ കണ്ടുപിടിക്കുക. എത്രയാണ് ഉള്ളത് സിമെന്റ് ഉള്ളത്. IS 269/1989 പറയുന്നത് എത്രയാണ് റിക്വയർമെന്റ്. 33 ഗ്രേഡ് സിമെന്റിന് CaO minus 0.7 SO3 ഈ ഒരു ഇക്വേഷൻ പഠിച്ചു. ഇതിന്റെ ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്നാണ്. ലാബിൽ ഓരോന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. ഇത് 1.0 അതുപോലെ ഇതിൽ കൂടാനോ അതുപോലെ 0.66 കുറയാനോ പാടില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദ ക്ലോസ്ഡ് ഇന്റർവൽ ഓഫ് 0.66, 1.02. ഓക്കെ, അതുപോലെ പെർസെന്റേജ് ഓഫ് അലുമിന ബൈ പെർസെന്റേജ് ഓഫ് അയോൺ ഓക്സൈഡ് നോട്ട് ലെസ് ദാൻ 0.66. 0.66 കൂടിയിട്ട് മാത്രമേ കിട്ടാൻ വേണ്ടി പാടുള്ളൂ. കെമിക്കൽ കോമ്പോസിഷൻ ടെസ്റ്റിൽ അടുത്ത 4 പോയിന്റ്. വെയിറ്റ് ഓഫ് ഇൻസൊല്യൂബിൾ റെസിഡ്യൂ നോട്ട് മോർ ദാൻ 4%. വെയിറ്റ് ഓഫ് മഗ്നീഷ്യ നോട്ട് മോർ ദാൻ 6%. ടോട്ടൽ സൾഫർ കണ്ടന്റ് നോട്ട് മോർ ദാൻ 2.5%. ടോട്ടൽ ലോസ് ഓഫ് ഇൻഡിഷൻ നോട്ട് മോർ ദാൻ 5%. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇതൊന്നും കൂടാതെ നിങ്ങളുടെ സിലബസിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് എന്നൊരു ടെസ്റ്റും കൂടെ കാണുന്നു. ഇത് കണ്ടക്ട് ചെയ്യുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ എന്നൊരു ബോട്ടിലാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ എടുക്കുക. അതിനുശേഷം വെയ് എ ക്ലീൻ ആൻഡ് ഡ്രൈ ലെച്ചാറ്റ്ലിയർ ഫ്ലാസ്ക് ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ, അത് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ ഉപയോഗിക്കുന്നു. വിത്ത് സ്റ്റോപ്പർ W1, അതിന്റെ വെയിറ്റ് എടുക്കുക W1. പ്ലേസ് എ സാമ്പിൾ ഓഫ് സിമെന്റ് അപ് ടു ഹാഫ് ഓഫ് ദ ഫ്ലാസ്ക്. ഏകദേശം 50 ഗ്രാം സിമെന്റ് എടുത്തിട്ട് സ്റ്റോപ്പർ വിട്ടിട്ട് അതിന്റെ വെയിറ്റ് എടുക്കുക, അത് W2. അതിനുശേഷം ഈ ഫ്ലാസ്ക് നിറയുന്നത് വരെ മണ്ണെണ്ണ ഒഴിക്കും. ആഡ് കെറോസിൻ ഹാഫ് ഫുൾ ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് അബൌട്ട് ഹാഫ് ഫുൾ. അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മിക്സ് ചെയ്യാനുള്ള മിക്സ് തറോളി വിത്ത് ഗ്ലാസ് റോഡ് ടു റിമൂവ് ദ എൻട്രാപ്ഡ് എയർ. അതിനുശേഷം കണ്ടിന്യൂ സ്റ്റിറിംഗ്, ആഡ് മോർ കെറോസിൻ ടിൽ ഇറ്റ് ഫ്ലഷ് വിത്ത് ഗ്രാജുവേറ്റഡ് മാർക്ക്. ഇതിലൊരു ഗ്രാജുവേറ്റഡ് മാർക്ക് ഉണ്ടാവും എന്നാണ്. ഈ ഗ്രാജുവേറ്റഡ് മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യാം, ഈ കെറോസിൻ ഫിൽ ചെയ്യാം. അതിനുശേഷം അതിന്റെ വെയിറ്റ് എടുക്കുക. കെറോസിൻ പ്ലസ് സിമെന്റ് ആണ് W3. ഓക്കെ, ദെൻ എൻട്രാപ്ഡ് എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്വം പമ്പ് വെച്ചിട്ട് കളയണം എന്നാണ് പറഞ്ഞത്. ദെൻ ഇത് മൊത്തം എടുത്ത് പുറത്ത് കളയുക. അതിനുശേഷം വെറും കെറോസിൻ. ഓക്കെ, അപ്പോ എന്തൊക്കെയാ ചെയ്ത്, ആദ്യം വെയിറ്റ് ഓഫ് ദ എംപ്റ്റി ഫ്ലാസ്ക്, രണ്ടാമത്തെ വെയിറ്റ് ഓഫ് ദ സിമെന്റ് ഏകദേശം ഹാഫ് വരെ എടുക്കുക. ഓക്കെ, ഇനി അതിനുശേഷം ബാക്കിയില്ല ഹാഫ്, ഓൾമോസ്റ്റ് അതിന്റെ എന്താ പറയേണ്ടത്, ആ ഗ്രാജുവേറ്റഡ് മാർക്ക് വരെയാണ് അത് പറയുന്നത്. അത് W3. ഈ W4 അത് ലേശം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുള്ള പ്രശ്നം. W4 എന്ന് പറഞ്ഞത് ഏതാണ്, W4 എന്ന് പറഞ്ഞ ഏതാണ്, ഗ്രാജുവേറ്റ് മാർക്ക് വരെയാണ് പറഞ്ഞത്. അതിനുശേഷം W4 എന്ന് പറഞ്ഞത് വെറും കെറോസിൻ. ഇത് 4 എണ്ണവും ചെയ്യാം. അതിനുശേഷം ഇക്വേഷൻ ആണ്, സിമ്പിൾ ഇക്വേഷൻ ആണ്. വെയിറ്റ് ഓഫ് ദ എംപ്റ്റി ഫ്ലാസ്ക് W2 വെയിറ്റ് ഓഫ് ദ ഫ്ലാസ്ക് പ്ലസ് സിമെന്റ്
cement plus kerosene, weight of the flask plus kerosene. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. W2 minus W1 divided by W2 minus W1, W3 minus W4 ഉണ്ട് 0.79. ഇതിന്റെയൊക്കെ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടുതരാം. ഈ ഇക്വേഷനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കെറോസിൻ ആണ് ഈ 0.79 എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്താൽ നോർമലി 3.15 ആണ് കിട്ടേണ്ടത്. എത്ര കിട്ടണം? 3.15. ഇത് ലാബിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. ലബോറട്ടറിയിൽ ചെയ്യാനുണ്ട്, ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു. See you in the next class. Bye.